ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇന്നത്തെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ചോദ്യം നോക്കാം. ഐ ഡിസൈഡഡ് ടു അവോയ്ഡ് ഫാറ്റി ഫുഡ് കംപ്ലീറ്റ്ലി. ഞാൻ ഫാറ്റി ഫുഡൊക്കെ ഒഴിവാക്കാമെന്ന് ഒരു കുട്ടി പറയാണ്. നോ യു ഷുഡിൻ, നീ അങ്ങനെ ചെയ്യരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വൈ ഡിഡ് ദ ടീച്ചർ ഡിസഗ്രി ടു ദ സ്റ്റുഡൻസ് ഒപ്പീനിയൻ? സ്റ്റുഡൻറ്റിൻ്റെ ഒപ്പീനിയനോട്, അഭിപ്രായത്തോട് എന്തുകൊണ്ടാണ് ടീച്ചർ ഡിസഗ്രി ചെയ്തത്, യോജിക്കാനത്? എന്തുകൊണ്ടാണ്? The teacher disagreed with the student's opinion because completely avoiding fatty food is not a balanced approach to a healthy diet. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫാറ്റി ഫുഡ് ഒഴിവാക്കുക എന്ന് പറയുന്നത് അതൊരു ഹെൽത്തി ഡയറ്റ് അല്ല. ഈസ് നോട്ട് ബാലൻസ്ഡ് അപ്രോച്ച് ടു എ ഹെൽത്തി ഡയറ്റ്. സം ഫാറ്റ്സ് ആർ എസെൻഷ്യൽ ഫോർ അവർ ബോഡീസ്. നമ്മുടെ ശരീരത്തിന് കുറച്ച് എസെൻഷ്യൽ ഫാറ്റ്സ് ആവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഓഫ് ഇൻക്രീസിങ് ദ ഫാറ്റ് ലെവൽ ഇൻ ഫുഡ്? ഇനി ഫുഡിലെ ഫാറ്റ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ നോക്കാം. കൊളസ്ട്രോൾ ഈസ് എ ഫോം ഓഫ് ഫാറ്റ്. ഇഫ് ഇറ്റ് ഈസ് എക്സസ് ഇൻ ബ്ലഡ് ഇറ്റ് സ്റ്റിക്സ് ടു ദ ഇന്നർ വാൾ ഓഫ് ദ ആർട്ടറീസ്. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഈ ഫാറ്റിൻ്റെ വേറൊരു ഫോമാണ്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് എക്സസ് ഇൻ ബ്ലഡിൽ അത് കൂടിപ്പോയാൽ ഇറ്റ് സ്റ്റിക്സ് ടു ദ ഇന്നർ വാൾ ഓഫ് ദ ആർട്ടറീസ്. ആർട്ടറീസിൻ്റെ ഇന്നർ വാളിലൊക്കെ അതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കും. ഇറ്റ് വിൽ ബ്ലോക്ക് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ത്രൂ ദ ആർട്ടറീസ്. അപ്പോൾ ആ ആർട്ടറീസ് കൂടെയുള്ള ബ്ലഡിനെയൊക്കെ അത്, ബ്ലഡിൻ്റെ ഫ്ലോ ഒക്കെ അത് ബ്ലോക്ക് ചെയ്യും. ദിസ് ക്യാൻ ലെഡ് ടു ഹാർട്ട് പ്രോബ്ലംസ്. ഇത് ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കും. നെക്സ്റ്റ്, സം ഹാബിറ്റ്സ് ടു കൺട്രോൾ ദ ഫാറ്റ് ലെവൽ in body are given below. Analyze these statements and identify the correct exercise daily. അത് ശരിയാണ്. അവോയ്ഡ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്. വറുത്തതായിട്ടുള്ള എണ്ണമയമുള്ള ഫുഡ് ഒഴിവാക്കുക, അതും ശരിയാണ്. ടേക്ക് പ്രോട്ടീൻ റിച്ച് ഡയറ്റ്. അത് തെറ്റാണ്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഫിഷ്, മീറ്റ് ഇതൊക്കെയാണ് അടങ്ങിയത്. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കണം. ടേക്ക് ഓൺലി കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് റെഗുലർലി. കാർബോഹൈഡ്രേറ്റ് മാത്രമുള്ള ഫുഡ് കഴിക്കണം, അതൊരിക്കലും ശരിയല്ല. നമ്മുടെ ശരീരത്തിന് എല്ലാ ന്യൂട്രിയൻസും ആവശ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഗിവൺ ഇൻസ്റ്റൻസ് ഓഫ് എ മോഷൻ. ഓക്കെ, 2 ഇൻസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതിൽ ഇൻസ്റ്റൻസ് 1 കൊടുത്തിരിക്കുന്നത് ദ മൂവ്മെൻറ്റ് ഓഫ് എ പെൻറ്റുലം ഇൻ എ ക്ലോക്ക്. ഒരു ക്ലോക്കിലെ പെൻറ്റുലത്തിൻ്റെ മൂവ്മെൻ്റ് ആണ്. അടുത്തത് മൂവ്മെൻറ്റ് ഓഫ് ട്യൂണിങ് ഫോക്ക്. ഇങ്ങനെ 2 മൂവ്മെൻ്റ് ആണ് തന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് മോഷൻസ് ഇൻ ദീസ് 2 ഇൻസ്റ്റൻസ്. അപ്പോൾ ഇതിൽ ഉള്ള മോഷൻസിൻ്റെ പേര് എഴുതാനാണ്. എക്സ്പ്ലെയിൻ ദ പെക്യുലാരിറ്റി ഓഫ് എനി വൺ മോഷൻ. ഏതെങ്കിലും ഒരു മോഷനെ കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പം മൂവ്മെൻറ്റ് ഓഫ് എ പെൻറ്റുലം ഇൻ ക്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഓസിലേഷനാണ്. ഓക്കെ, ഇനി അടുത്തത് മൂവ്മെൻറ്റ് ഓഫ് എ ട്യൂണിങ് ഫോക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വൈബ്രേഷനാണ്. വൈബ്രേഷൻ്റെ പെക്യുലാരിറ്റി നോക്കാം. ഓസിലേഷൻ ഈസ് ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി എബൌട്ട് എ മീൻ പൊസിഷൻ. അപ്പോൾ ഓസിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിക്കണം. ടു ആൻഡ് ഫ്രം മോഷൻ ഓഫ് എ ബോഡി എബൌട്ട് എ മീൻ പൊസിഷൻ. ഇപ്പോൾ ഒരു മീൻ പൊസിഷന് ഇവിടെ ആണെച്ചാൽ നമ്മുടെ കോക്കിൻ്റെ പെൻറ്റിൽ ഇങ്ങനെയാണ് ചലിക്കുക. ദിസ് ടൈപ്പ് ഓഫ് മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വൈബ്രേഷൻ ഈസ് ഓസിലേഷൻ. ഇറ്റ് ഈസ് ഫാസ്റ്റ് ഓസിലേഷൻ. ഓക്കെ, ഇനി അടുത്തത് ഓസിലേഷൻ. ദ മൂവ്മെൻറ്റ് ഓഫ് എ സ്വിങ്, ദ മൂവ്മെൻറ്റ് ഓഫ് എ ഹാങ്ങിങ് ലാമ്പ്. ഇതൊക്കെ എന്താണ്? ഓസിലേഷന് ഉദാഹരണമാണ്. ദ മൂവ്മെൻറ്റ് ഓഫ് എ സ്വിങ്, ദ മൂവ്മെൻറ്റ് ഓഫ് എ ഹാങ്ങിങ് ലാമ്പ്. ഇനി അടുത്തത് റൈറ്റ് 2 എക്സാമ്പിൾ ഓഫ് ഈച്ച് ഓഫ് ദീസ് മോഷൻ. ഈ മോഷന് 2 എക്സാമ്പിൾ. ഓസിലേഷൻ നമ്മൾ പറഞ്ഞു. വൈബ്രേഷൻ, ദ മൂവ്മെൻറ്റ് ഓഫ് എ സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡ് വെൻ ഇറ്റ് ഈസ് ടാപ്ഡ് വിത്ത് എ ഫിംഗർ. മൂവ്മെൻറ്റ് ഓഫ് എ സ്ട്രിങ് ഓഫ് ഗിറ്റാർ ഓർ വയലിൻ വെൻ ഈസ് ടാപ്ഡ് വിത്ത് ഫിംഗർ. അപ്പോൾ വൈബ്രേഷൻ ഉദാഹരണമാണ്. ഒന്നാമത് പിന്നെ നമ്മൾ മൂവ്മെൻറ്റ് ഓഫ് സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡ് വെൻ ഇറ്റ് ഈസ് ടാപ്ഡ് വിത്ത് ഫിംഗർ. അതേപോലെ തന്നെ ഗിറ്റാറിൻ്റെയും വയലിൻ്റെയും സ്ട്രിങ്സിൻ്റെ ആ ഒരു ചലനമൊക്കെ വൈബ്രേഷനാണ്. ഇനി അടുത്തത്
Which among the statement is wrong about the rotation? Rotation is the movement of an object on its own axis. Rotation is always through a circular path. The rotating object will never change its position as a result of rotation. The axis of rotation will always be inside the object which is rotating. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കറക്റ്റ്, അതായത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്, റൊട്ടേഷൻ ഈസ് ഓൾവേസ് ത്രൂ എ സർക്കുലർ പാത്താണ് ഇതിലെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വെർ ഡിറ്റക്റ്റഡ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഇൻ എ മെഡിക്കൽ ക്യാമ്പ് കണ്ടക്ടഡ് ഇൻ എ സ്കൂൾ. ഇപ്പോൾ ഒരു സ്കൂളിൽ കണ്ണിൻ്റെ പരിശോധന നടന്നു. അതിലെ എല്ലാ കുട്ടികൾക്കും, ഒരുവിധപ്പെട്ട കുട്ടികൾക്കൊക്കെ എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ഡോക്ടർ സെഡ് ദാറ്റ് ദിസ് പ്രോബ്ലം ക്യാൻ ബി ക്യൂർഡ് ത്രൂ ഫുഡ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഒരു പ്രോബ്ലം ഫുഡിലൂടെ പരിഹരിക്കാമെന്ന്. ലിസ്റ്റ് ഓഫ് ഫുഡ് ഐറ്റംസ് സജസ്റ്റഡ് ബൈ ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആയിരിക്കും സജസ്റ്റ് ചെയ്തത്? അതായത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഫുഡ് ഐറ്റംസ് എന്തായിരിക്കും? ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫാറ്റി ഫിഷ് ലൈക്ക് സാൽമൺ, പിന്നെ അതേപോലെ എഗ് യോക്സ്, ഇത്രയൊക്കെ നമുക്ക് കഴിക്കാം. എന്തൊക്കെയാണ് നിങ്ങൾ ഇത്രയൊക്കെ എഴുതിയാൽ മതി. ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫാറ്റി ഫിഷ് ലൈക്ക് എഗ് യോക്സ്. അപ്പോൾ ഇത്രയും ഫുഡ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വെച്ചാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന രോഗം നമുക്ക് ഒഴിവാക്കാം. വിച്ച് വിറ്റാമിൻ ഈസ് ലോസ്റ്റ് വെൻ ദ ഫുഡ് ഈസ് കുക്ക്ഡ് കീപ്പിംഗ് ദ വെസൽ ഓപ്പൺ. ഇപ്പം നമ്മൾ പാത്രം തുറന്ന് വെച്ചിട്ട് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഏത് വൈറ്റമിനാണ് പോകുന്നതെന്ന്? ഓക്കെ, ഏതാണ്? വിറ്റാമിൻ സി. വിറ്റാമിൻ സി ഈസ് ലോസ്റ്റ് വെൻ ഫുഡ് ഈസ് കുക്ക്ഡ് വിത്ത് വെസൽ ഓപ്പൺ. വെസൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി ആണ് ലോസ്റ്റ് ആവുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ സി ഈസ് എ വാട്ടർ സോൾബിൾ ആൻഡ് ക്യാൻ ഇവാപ്പറേറ്റ് ഓർ ഡിസോൾവ് ഇൻ വാട്ടർ വെൻ കുക്ക്ഡ്. വൈറ്റമിൻ സി എന്ന് പറയുന്ന ഒരു വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ്, അതുകൊണ്ട് അത് ഇവാപ്പറേറ്റ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യന്, രാമു യൂസ്ഡ് പ്ലെൻറ്റി ഓഫ് മിൽക്ക് ആൻഡ് സീ ഫുഡ്സ് ഇൻ ഹിസ് ഡയറ്റ്. രാമു ഒരുപാട് മിൽക്കും അതേപോലെ തന്നെ സീ ഫുഡൊക്കെ ഡയറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദ ഡോക്ടർ ഫൗണ്ട് ദാറ്റ് ഹി ഹാസ് കാൽസ്യം ഡെഫിഷ്യൻസി. പക്ഷെ ഡോക്ടർ പറഞ്ഞ് കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടെന്ന്, കാൽസ്യത്തിൻ്റെ കുറവുണ്ട്. ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ദിസ് പ്രോബ്ലം ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ അത് എന്തായിരിക്കും കാരണം? ഇത്രയും ഭക്ഷണം കഴിച്ചിട്ടും, കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിച്ചിട്ടും കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടെന്ന് ഡോക്ടർ പറയാൻ എന്താ കാരണം എന്ന് ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻസഫിഷ്യൻറ്റ് ഇൻടേക്ക് ഓഫ് വാട്ടർ, വെള്ളം അധികം കുടിക്കാത്തതിൻ്റെ പ്രശ്നമാണോ? അല്ല. ഇൻസഫിഷ്യൻറ്റ് ഇൻടേക്ക് ഓഫ് വിറ്റാമിൻ സി റിച്ച് ഫുഡ് ആണോ? അതുമല്ല. ഇൻസഫിഷ്യൻറ്റ് എക്സ്പോഷർ ടു സൺലൈറ്റ്, അതാണ് കറക്റ്റ് ഓപ്ഷൻ. സൺലൈറ്റിൻ്റെ പോരായ്മയാണ് ആ ഒരു കാൽസ്യം ഡെഫിഷ്യൻസിക്ക് കാരണം. ഓക്കെ, വൈറ്റമിൻ ഡി ആണ് കാൽസ്യം അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വൈറ്റമിൻ ആണ്. സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഡി. അപ്പം വൈറ്റമിൻ ഡീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഹെൽപ്സ് ബോഡി ടു അബ്സോർബ് കാൽസ്യം. കാൽസ്യം അബ്സോർബ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന വൈറ്റമിൻ ഡി ആണ്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചാലും കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിൽ കൊള്ളാത്തത് കൊണ്ടാണ്. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ആർ ദ വിറ്റാമിൻസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ? നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന വിറ്റമിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതേതൊക്കെയാണ്? വിറ്റാമിൻ ബി ആൻഡ് സി. എന്താണ്? വൈറ്റമിൻ ബി ആൻഡ് സി ആർ സോലുബിൾ ഇൻ വാട്ടർ. അപ്പം വിച്ച് ആർ ദ വിറ്റമിൻസ് ദാറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ എന്ന് വെച്ചാൽ വൈറ്റമിൻ ബിയും സിയുമാണ്. ഇനി അടുത്തത്, വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഇൻടേക്ക് ഓഫ് ഫാറ്റ് ഇൻ ദ ഫുഡ് വെരി ലോ? നമ്മൾ ഫുഡിൽ ഫാറ്റ് കുറവാണെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുകയെന്ന്. വൈറ്റമിൻ ലൈക്ക് എ ഡി ഇ കെ ഡിസോൾവ് ഓൺലി ഇൻ ഫാറ്റ്. നമ്മൾ ബിയും സിയും വെള്ളത്തിലാണ് സോല്യൂബിൾ ചെയ്യുക എന്ന് പറഞ്ഞു. അതേപോലെ ഫാറ്റിൽ ഡിസോൾവ് ചെയ്യുന്ന വൈറ്റമിൻസ് ആണ് എ ഡി ഇ കെ. അപ്പോൾ സോ ഫാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ടു യൂട്ടിലൈസ് ദോസ് വൈറ്റമിൻസ് ടു ദ ബോഡി. അപ്പോൾ ഈ ഒരു വൈറ്റമിൻസൊക്കെ നമ്മുടെ ബോഡിക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഫാറ്റ് വേണം.
എന്താണ് ഫാറ്റ് കുറഞ്ഞു പോയാലുള്ള ഇത് കുഴപ്പങ്ങൾ ഇതാണ്. അതേപോലെ തന്നെ ഫാറ്റ് കൂടിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം ഫാറ്റ് കുറഞ്ഞു പോയാൽ എന്താണ്, വൈറ്റമിൻസ് ലൈക്ക് എ ഡി ഇ കെ ഡിസോൾവ് ഓൺലി ഇൻ ഫാറ്റ്. സോ ഫാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ടു യൂട്ടിലൈസ് ദോസ് വൈറ്റമിൻസ് ഇൻ ടു ദ ബോഡി. ഇനി അടുത്തത് നോക്കാം. വാട്ട് ആർ ദ ഹെൽത്ത് ഹസാർഡ്സ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? നൈറ്റ് ബ്ലൈൻഡ്നസ് ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? നൈറ്റ് ബ്ലൈൻഡ്നസ്. ഓൾസോ ഹെൽത്ത് ഓഫ് ഹെയർ ആൻഡ് സ്കിൻ ബിക്കംസ് വീക്ക്. സ്കിന്നും ഹെയറൊക്കെ വീക്കാവും. ഓക്കെ, വൈറ്റമിൻ എയുടെ കുറവ് മൂലം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ടർ ഈസ് അൺഅവോയ്ഡബിൾ ടു അവർ ബോഡി. വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ബ്രെയിൻ ആൻഡ് ബ്ലഡ് ഓഫ് അവർ ബോഡി. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വാട്ടറിൻ്റെ അളവ് എത്രയാണ്, രക്തത്തിലുള്ള വാട്ടറിൻ്റെ അളവ് എത്രയാണ്? വി മസ്റ്റ് ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. വാട്ട് ഈസ് യുവർ എക്സ്പ്ലനേഷൻ ടു ദിസ്? നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കണം. അതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഫോർ എബൌട്ട് 85% ഓഫ് ദ ബ്രെയിൻ കണ്ടെയ്ൻ വാട്ടർ. നമ്മുടെ ബ്രെയിൻ്റെ 85% എന്താണ്? വെള്ളമാണ്. ആൻഡ് ബ്ലഡ് കണ്ടെയ്ൻ നിയർലി 90% ഓഫ് വാട്ടർ. ബ്ലഡിൽ എത്ര ശതമാനം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്? വെള്ളം 90% അടങ്ങിയിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് വി മസ്റ്റ് ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ, നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വാട്ടർ ഈസ് ലോസ്റ്റ് ഫ്രം അവർ ബോഡി ത്രൂ യൂറിൻ ആൻഡ് സ്വീറ്റ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം പോകുന്നത് ഏത് കൂടെയാണ്? ഒന്ന് യൂറിൻ പാസ് ചെയ്യുന്നത് പോലെ ഒത്തോടെയും, അതേപോലെ സ്വെറ്റ് വേർപ്പിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്നത്. ദിസ് കംസ് നിയർലി 2.5 ലിറ്റർ പെർ ഡേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ യൂറിനും സ്വെറ്റും കൂട്ടിയാൽ 2.5 ലിറ്റർ വെള്ളം ഏകദേശം ഉണ്ടാവും. സോ വി ഷുഡ് ഡ്രിങ്ക് സഫിഷ്യൻറ്റ് വാട്ടർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സഫിഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളം കുടിക്കണം.